ഷോൾഡറിന്റെ മുകളിലേക്ക് പൊന്തിക്കാൻ ബുദ്ധിമുട്ട്. കുറെ ഇത് ചെയ്ത് നോക്കി, ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കി, പിന്നെ ആയുർവേദ ഇത് ചെയ്ത് നോക്കി. അതൊന്നും അങ്ങോട്ട് 100% ക്യൂർ വരുന്നില്ല. ഉറക്കമൊക്കെ പ്രശ്നമാണ്. ഈ സൈഡ് ചേർന്ന് കിടക്കാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കും. പക്ഷെ ഇത് ചില സമയത്ത് ഒരു വലിച്ചിരി വന്നു കഴിഞ്ഞാൽ ജീവൻ പോകും. പിന്നെ ഉറങ്ങാൻ രാത്രിയൊക്കെ ആണെങ്കിൽ എണീക്കുന്ന ടൈം മുതൽ കുറേ സമയം കഴിയണം ഉറങ്ങണമെങ്കിൽ. വേദന പോയി ശരിയാണ്. പിന്നെ പില്ലോ ഒക്കെ വെച്ച് ഇങ്ങനെ ക്രെഡിലൊക്കെ ചെയ്തിട്ടാണ് കൈ ഉറങ്ങാൻ പറ്റുള്ളൂ. ഷുഗർ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം നോർമലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതിപ്പോൾ പെയിനോട് കൂടിയാണ് പൊന്തി നിൽക്കുന്നത്. ഇപ്പൊ പെയിനുണ്ട്. പെയിനുണ്ട്. കുറച്ചുകൂടി പൊന്തിച്ച് പൊന്തില്ല. ഇത്രേ പറ്റുന്നുള്ളൂ. ഇവിടെ നമ്മോട് പൊന്തി കിട്ടുന്നില്ല. വണ്ടി ഓടിക്കാൻ നേരത്ത് കൈ എല്ലാം സ്റ്റിഫാവും. ഇതാണ് പ്രോബ്ലം അല്ലേ? ഫ്രീ ആയിട്ടോ. ഈ കൈക്ക് ഇപ്പൊ ചെറിയൊരു ബലം കുറവുണ്ട്. അത് കുഴപ്പമില്ല, ചെയ്ത പാടുണ്ടാവും. ഇങ്ങനെയല്ല 6 മാസം 7 മാസം ഉണ്ടായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാത്ത അതൊക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ല. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വെയിറ്റ് എടുക്കുക, കിടന്നുകൊള്ളുക. ഭയങ്കര റിലീഫാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഞാൻ 2-3 പ്രാവശ്യം വന്ന് ഇനി നിങ്ങളെ കൈ ബാക്കിലോട്ട് പോയില്ലെന്നല്ല പറഞ്ഞേ. ബാക്കിലോട്ട് വെച്ചു. ഈ പോയിന്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? താങ്ക് യു ഡോക്ടർ, താങ്ക് യു.